പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു 100 കൂട്ടം ഉപദേശങ്ങൾ ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ശരിക്കും കൺഫ്യൂസ്ഡാണ്. ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് എന്താണ് ഒരു മില്ലീനിയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം 7 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ 10 പേര് 10 ആയിട്ട് പഠിപ്പിച്ചാലും നമുക്കൊന്നും സംഭവിക്കാനില്ല. കാരണം അത് ആരെങ്കിലും അവരുടെ ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞോട്ടെ, അതുകൊണ്ടൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കർത്താവ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ, പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെ അസ്പഷ്ടത ഉണ്ടാകുന്നത് അത്ര അഭിലഷണീയമായ കാര്യമല്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മളുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിട്ട് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഹോളി സ്പിരിറ്റിനെ വിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹോളി സ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേദപുസ്തകപരമായ ഒരു അടിത്തറ വളരെ അത്യാവശ്യമാണ്. പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ചുമതല നമ്മൾ പല മലയാള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഉപയോഗിച്ചാലും നിങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അതിനകത്ത് കിട്ടിയില്ലെന്നിരിക്കും. എങ്കിലും ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ചുമതല ദൈവിക തൃത്വം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയുടെ ചുമതല ദൈവസഭയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം അതാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, അവൻ വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അവൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ ആവശ്യമായ ഏത് കാര്യങ്ങളും നമ്മളെ നയിക്കേണ്ടത്. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയാതെ ഒരു പുതിയ നിയമ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൗണ്ടായിട്ടുള്ളൊരു ഡോക്ട്രിൻ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഏറ്റവും വൈവിധ്യപൂർണ്ണമായ പഠനങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ പഠിപ്പീരികൾ നടക്കുന്ന പഠനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ സഭയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ടാകും. കാര്യം സാധാരണക്കാരായ ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആകും. അതുകൊണ്ടാണ് ശരിക്കും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നല്ലൊരു പഠനം അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മിസ്അണ്ടർസ്റ്റുഡ് സബ്ജക്റ്റ് ഇൻ ദ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റി ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. മിസ്അണ്ടർസ്റ്റുഡ് ആണ് പലപ്പോഴും, തെറ്റിദ്ധാരണജനകമായ പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല ക്ലാരിറ്റി, ഒരു സ്പഷ്ടത നമുക്കുണ്ടാകണം. സ്പഷ്ടത ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ 2 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കെല്ലാം ഒരു സ്പഷ്ടത ഉണ്ടാക്കി വെച്ച് പോകാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. ശരിക്കും സ്പഷ്ടത ഉണ്ടാക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. എല്ലാം തീർത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്നല്ല, അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കർത്താവ് 3.5 വർഷം ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരം പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയും എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾക്കത് വഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ 3.5 വർഷം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് പോലും പരിശുദ്ധാത്മാവാണ് സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവസഭയെ ഒരുക്കിയതെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വിഷയം, അതിനെക്കുറിച്ച് അതിനകത്ത് തന്നെ അസ്പഷ്ടത കൂടുതലുള്ള വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചോ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അസ്പഷ്ടത നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കാര്യം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളൊരു വിഷയം നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അതിനകത്ത് സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമുക്കൊരു മാനദണ്ഡം വേണം. ഒരു മാനദണ്ഡം വെച്ച് മാത്രമേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യതയോടെ പറയാൻ പറ്റുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഏത് ഉപദേശങ്ങളുടെയും മാനദണ്ഡം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനപ്രകാരം എന്ന് മാത്രമേ നമ്മൾക്കിവിടെ ചോദ്യമുള്ളൂ. ആർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ വിഷയം. പലർക്കും പല കാര്യങ്ങൾ ഫീൽ ചെയ്ത് കാണും. ഫീൽ ചെയ്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, ശരിയായിട്ടുള്ളൊരു ഉപദേശം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഉപദേശം എല്ലായ്പ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അനുഭവങ്ങളുടെയോ അനുഭൂതികളുടെയോ അടിസ്ഥാനത്തിലായിരിക്കരുത് ഉപദേശങ്ങൾ. ഉപദേശത്തിന് എപ്പോഴും അടിസ്ഥാനം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ തിരുവചനമായിരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള ഈ പഠനത്തിലും
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനകത്ത് വചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ അക്ഷരം മാത്രമല്ല, ഇതൊരു അനുഭവം കൂടെയാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് പക്ഷേ പഠിപ്പിക്കാൻ പറ്റിയേക്കും. അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് മാറി നിന്നല്ല, അതില്ലാത്ത ഒരു വ്യക്തിയുമല്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപാവരങ്ങളും പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും അനുഭവങ്ങളുടെ മേമ്പൊടി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ മേമ്പൊടി, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ശരിക്കും ഈ ക്ലാസ്സിനകത്ത് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൽ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ആദ്യകാലത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറിയിലെ പെന്തിക്കോസ്റ്റ് മാത്രമല്ല, ഇപ്പോഴത്തെ പെന്തിക്കോസ്ത് സഭകളുടെയും ചരിത്രപരമായ പ്രസക്തിയും ചരിത്രപരമായി എന്താണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ നിന്ന് മാറി നിന്നല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവിക പ്രവൃത്തികളെ വിശകലനം ചെയ്യാൻ കഴിയുന്നതെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലാണല്ലോ ദൈവം ഇടപെടുന്നത്, ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലാണ്, അല്ലെങ്കിൽ സഭയിൽ ദൈവം ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സഭയിലാണ്. അതുകൊണ്ട് ചരിത്രവും വേദപുസ്തകവും ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ചരിത്രത്തെ വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ ചരിത്രത്തിൻ്റെ മാനദണ്ഡത്തിൽ നമുക്ക് വേദപുസ്തകത്തെ വിശകലനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചരിത്രത്തെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിൽ വിശകലനം ചെയ്യാനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള മുഴുവൻ പഠനങ്ങളും ഇവിടെ നമുക്ക് ഒരു പക്ഷേ 2 ദിവസങ്ങൾ കൊണ്ട് നടത്താനായിട്ട് കഴിയില്ല എന്നല്ല, അങ്ങനെ നടത്തേണ്ട കാര്യവുമില്ല. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മെച്ചമായി ബെറ്ററായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് സ്പഷ്ടമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അതുകൊണ്ടാണ് ഞാനിവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ എന്താണ് വരങ്ങളും ഫലങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വരങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്, എന്നാൽ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. വരങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. എന്നാൽ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പുറപ്പെടുവിക്കുകയാണ്. ഒന്ന് നമുക്ക് ദൈവം നൽകുന്നതാണ്, അതിനകത്ത് നമ്മുടെ എഫേർട്ട് ഒന്നും ഒരു വിഷയമേ അല്ല. ഒരാൾ ഒരു ഗിഫ്റ്റ് നമുക്ക് തരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ എഫേർട്ടൊന്നുമില്ല. നമ്മുടെ എഫേർട്ട് ഉണ്ടെന്ന് ചിന്തിച്ചാൽ അത് ഗിഫ്റ്റ് അല്ലാതായി പോകും. എനിക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട് ഞാൻ എന്തെങ്കിലും കുറുക്കുവഴികൾ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അത് ടോട്ടലി ഞാനല്ല, അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്. വെൻ വി സേ അബൌട്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ്. ദൈവം നമുക്ക് തരികയാണ്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, എനിക്ക് പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. ദൈവം നമുക്ക് തരികയാണ് ഗിഫ്റ്റ്. വി ജസ്റ്റ് റിസീവ് ഇറ്റ്. നമ്മളത് സ്വീകരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫലം നമ്മൾ പുറപ്പെടുവിക്കുകയാണ്. വരങ്ങൾ, ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരികയാണ്, നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. ഇറ്റ് ഈസ് ഗിവൺ ഫ്രം ഓൺ ഹൈ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ഫ്രം ഓൺ ഹൈ, ഉയരത്തിൽ നിന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഗിഫ്റ്റ് തന്നെ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. എന്നാൽ ഫലങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയാൽ നമ്മൾ പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് വരങ്ങൾ ഉണ്ടാകത്തില്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഫലങ്ങളാണ്. വരം എന്ത് ചെയ്യുന്നതാണ്? ദൈവം നമുക്ക് തരുന്നതാണ്. യു റിസീവ് ഗിഫ്റ്റ്സ് ആൻഡ് യു പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. യു റിസീവ് ഗിഫ്റ്റ്സ് ആൻഡ് യു പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ഫലം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോട്ടെ, അതിനെക്കുറിച്ചുള്ള പഠനം അല്ല ഇവിടെ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഗിഫ്റ്റ്സ് തരുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിലും പരിശുദ്ധാത്മാവ് ദൈവസഭയിലെ പ്രവർത്തനങ്ങളുടെ ആകമാനമായ കാര്യങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ധാരാളമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പഠനങ്ങൾ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അത്ര വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ വരങ്ങൾ ശരിക്കും കുറേ നൂറ്റാണ്ടുകൾ ശരിയായ നിലയിൽ സഭയിൽ പ്രകാശിപ്പിക്കപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയും ഇവിടെയുമൊക്കെ ആത്മാവിൻ്റെ വരങ്ങൾ പ്രകാശിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും
സഭയൊന്നാകെ ആത്മാവിൻ്റെ വരങ്ങളെ ശരിക്കും എന്താണ് ഒരു ഗൗരവമായി എടുത്തിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം തന്നെ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. സിസേഷൻ, സീസ് ചെയ്യപ്പെട്ടു, വരങ്ങൾ എന്താണ് നിന്നുപോയി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച, അല്ലെങ്കിൽ അഗസ്റ്റീനിയൻ ചിന്തയുടെ ഒരു വലിയ പിടിയിലായിപ്പോയി സഭ. അതുകൊണ്ട് ആത്മവരങ്ങളെക്കുറിച്ച് നിന്നുപോയല്ലോ, പിന്നെ അതിനെക്കുറിച്ച് പഠിക്കേണ്ട വലിയ കാര്യങ്ങളില്ലല്ലോ എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അനേക നൂറ്റാണ്ടുകൾ വരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നും ആളുകൾ പഠിച്ചിരുന്നു. എന്നാൽ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ് തൊട്ടാണ് ഒരു പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്. അതിനു മുമ്പ് ആളുകൾ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു ഫ്ലോ, ഒരു ഒഴുക്കുണ്ടാകുന്നത് 20ാമത്തെ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ്. അന്ന് തൊട്ടാണ് ആത്മവരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കുറെ കൂടെ പ്രസക്തമായി ആളുകൾക്ക് തോന്നുകയും അത് പഠിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ചരിത്രപരമായ ഒരു പഠനം അത്യന്താപേക്ഷിതമായി വരുന്നത്. അപ്പോൾ ദൈവസഭയുടെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയെ ദൈവതൃത്വം ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നവീകരിക്കുന്നത്. അപ്പോൾ ആത്മാവ് സഭയിലും ലോകത്തിലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. സഭയിലും ലോകത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവാത്മാവ് അവൻ വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. കൺവിൻസ് ചെയ്യുന്ന കാര്യമാണ് കൺവിക്ഷൻ. ആത്മാവ് വ്യക്തിപരമായി നമ്മെ നവീകരിക്കുന്നുണ്ട്, സഭയെയും നവീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ നവീകരണം, വ്യക്തിപരമായ നവീകരണം ലോകത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. എന്നാൽ സഭയൊന്നാകെ ഈ നവീകരണത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് 20ാം നൂറ്റാണ്ടിലെ പെന്തിക്കോസ്ത ഉണർവിന് ശേഷമാണ്. അതിനു മുമ്പും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടായെങ്കിലും ഇത് വിശകലനം ചെയ്യാനായിട്ട് തുടങ്ങിയത് പെന്തിക്കോസ്ത ഉണർവിന് ശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചരിത്രത്തിലെ ഉണർവുകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നവീകരണമാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നിയോഗവുമായിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ഒരു ശേഷിപ്പ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 20ാം നൂറ്റാണ്ടിലാണ് പെന്തിക്കോസ് തുടങ്ങിയതെന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം തൊട്ടാണ് ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, 1ാം നൂറ്റാണ്ടിൽ അന്യഭാഷ പറഞ്ഞതിന് ശേഷം പിന്നെ ആളുകൾ അന്യഭാഷ പറയുന്നതും, 1ാം നൂറ്റാണ്ടിൽ കൃപാവരങ്ങൾ പ്രകാശിപ്പിച്ചതിന് ശേഷം പിന്നെ ആളുകൾ കൃപാവരങ്ങൾ പ്രകാശിപ്പിക്കുന്നതും 20ാം നൂറ്റാണ്ട് തൊട്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ശരിയല്ല. എല്ലാ കാലയളവിലും ഒരു റെമനൻ്റ് ഉണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും ദൈവം ചില ആളുകളെ ഉണർത്തി അവരെ സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി ഇറക്കിയിരുന്നു. എന്നാൽ ഒരു സഭയുടെ ആകമാനമായ നവീകരണത്തിന് പെന്തിക്കോസ്ത് ഉണർവ് പോലെ ഒരു വ്യാപകമായ ഉണർവ് 1ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്നത് 20ാം നൂറ്റാണ്ടിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വ്യാപകമായ ഉണർവ് എന്ന നിലയിൽ മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ പെന്തിക്കോസ്തിൻ്റെ ഒരു ആവിർഭാവം, ഒരു എമർജൻസ്, ഈ ആവിർഭാവത്തിന് ചരിത്രപരമായ വലിയ ഒരു പ്രസക്തിയുണ്ട്. ആ ചരിത്രപരമായ പ്രസക്തി പഠിക്കണമെങ്കിൽ ദൈവസഭയുടെ ചരിത്രത്തിലുടനീളം നടന്ന എല്ലാ ട്രാൻസിഷൻസിനെയും, എല്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് മേജർ ട്രാൻസിഷൻസ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷൻസ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് ഞാൻ പറയുകയാണ്. കാര്യം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ വിശകലനം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഫസ്റ്റ് സെഞ്ച്വറി നമ്മൾ കാണുന്നത് മേജർ ട്രാൻസിഷൻസ് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ മേജർ ട്രാൻസിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് വി ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച്. ഇറ്റ് വാസ് അപ്പോസ്തോലിക് ഫെയ്ത്ത്. അപ്പോസ്തോലിക വിശ്വാസത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് വളർന്നതായ 1ാം നൂറ്റാണ്ടിലെ സഭ. അതാണല്ലോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലുള്ള സഭ എന്ന് പറയുന്നതാണ് 1ാം നൂറ്റാണ്ടിലെ സഭ. അതിനുശേഷം ഒരു മേജർ ട്രാൻസിഷൻ നടക്കുന്നത് 1, 2, 3 നൂറ്റാണ്ടുകൾ വരെ അതിങ്ങനെ ഒരു ഡിറ്റീരിയറേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം. എങ്കിലും ആദ്യത്തെ 2, 3 നൂറ്റാണ്ടുകൾ വരെ ആ അപ്പോസ്തോലിക ബന്ധത്തിലാണ്, അപ്പോസ്തോലിക പശ്ചാത്തലത്തിലാണ്, അപ്പോസ്തോലിക അടിസ്ഥാനത്തിലാണ് സഭ വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീടുണ്ടായ മേജർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലേക്കുള്ള, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു നിലയിലേക്ക് സഭ വീണു പോവുക എന്ന് നമുക്ക് പറയാം. വീണു പോവുക, ഇൻസ്റ്റിറ്റ്യൂഷനായിപ്പോയി. ആ ഇൻസ്റ്റിറ്റ്യൂഷനായി പോകുന്നതാണ് മേജർ ട്രാൻസിഷൻ. തിയോളജിക്കൽ ട്രാൻസിഷൻ പലപ്പോഴും നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും
അപ്പസ്തോലിക ഉപദേശങ്ങളിലേക്ക് ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ആളുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒത്തിരി തിയോളജിക്കൽ ഡിഫറൻസസും തിയോളജിക്കലായിട്ടുള്ള ഡിറ്റീറിയേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഭ ഒന്നാകെ ഒരു മേജർ ട്രാൻസിഷൻ നടക്കുന്നത് കാത്തലിക് ഫെയ്ത്തിലേക്കാണ്. അവിടെ ഉണ്ടായ പ്രശ്നം സഭ എങ്ങനെയായിപ്പോയി? ഒരു വ്യവസ്ഥാപിത സ്ഥാപനം, ഒരു വ്യവസ്ഥാപിതമായി പോയി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിപ്പോയി. അതാണ് ഉണ്ടായ ആദ്യത്തെ പ്രശ്നം. പിന്നീട് ഒത്തിരി നൂറ്റാണ്ടുകൾ, 10 നൂറ്റാണ്ടുകൾ കൂടുതൽ, മോർ ദാൻ 10 centuries, ഇടയ്ക്കിടയ്ക്ക് ദൈവം ചില സ്ഥലങ്ങളിൽ ഉണർവുകൾ അയച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോൾ പുറം ലോകം മനസ്സിലാക്കിയത്, നോക്കിയപ്പോൾ കണ്ടത് എന്ത് മാത്രമാണ്? കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കണ്ടത്. അതുകൊണ്ട് എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതാണ് ക്രിസ്ത്യാനിത്വം. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും ചരിത്രത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാളിച്ച. അതാണ് കാര്യം. യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിത്വം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത നിലയിൽ, ലോകം എപ്പോഴും പുറത്ത് നിൽക്കുന്നതിനെ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലേ? പുറത്ത് നിൽക്കുന്നതിനെ കാണത്തുള്ളൂ. ഇവൻ പെന്തിക്കോസ് എന്താണെന്ന് ചോദിച്ചാലും ആൾക്കാർ പറയുന്നത് നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ചേർച്ചസിനെ നോക്കിയിട്ട്, പുറത്തുനിന്ന് നോക്കിയിട്ടാണ് അവരതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ഏത് പാളിച്ചയും പെന്തിക്കോസിൻ്റെ പാളിച്ചയായിട്ട് ആൾക്കാർ പറയത്തുള്ളൂ. അതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ പുറത്തുള്ള ജനങ്ങൾക്ക് മോർ ദാൻ 10 centuries കാത്തലിക് ചർച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ക്രിസ്ത്യാനിത്വം, വേറെ ഒന്നും ആയിരുന്നില്ല. എന്നാൽ പിന്നീട് ഉണ്ടായ വലിയ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞത് റിഫർമേഷനാണ്. റിഫർമേഷൻ മാർട്ടിൻ ലൂതർ, അല്ലെങ്കിൽ സ്വിംഗ്ലി, അതുപോലെ പ്രൊട്ടസ്റ്റന്റിസം. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? അത്ര വലിയ പ്രസക്തമായ ഒരു വാക്കല്ല. ശരിക്കും റിഫർമേഷൻ എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. ഒരു റിഫോംഡ് ചർച്ച് ഉണ്ടായി, അല്ലെങ്കിൽ റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ട്രിനലായിട്ടുള്ള വലിയ ഒരു റിഫർമേഷൻ ഉണ്ടായി. ശരിക്കും പ്രൊട്ടസ്റ്റന്റിസം ഉണ്ടാക്കിയ മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോപ്പിനെ മാറ്റി വേറൊരാളെ ആക്കിയതൊന്നുമല്ല. ഭയങ്കര ഒരു ഡോക്ട്രിനൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ ഒരു റീപ്ലേസ് ചെയ്യുന്നതാണ്. അതോറിറ്റി ഓഫ് സ്ക്രിപ്ചർ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആധികാരികത. പോപ്പല്ല ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ദൈവവചനമാണ്. അതാണ് ഒരു റിഫോംഡ് തിയോളജി ആണ് റിഫോർമേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്, ഒരു റിഫോംഡ് തിയോളജി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലായി റിഫോംഡ് ഡോക്ട്രിൻ എലോൺ കനോട്ട് റിഫോം ദ പീപ്പിൾ. ഒരു റിഫോംഡ് തിയോളജി ഉണ്ടായതുകൊണ്ട് മാത്രം എന്തുണ്ടാകത്തില്ല? ആളുകൾ റിഫോംഡ് ആകണമെന്ന് നിർബന്ധമില്ല. കാര്യം പ്രൊട്ടസ്റ്റന്റിസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതത്തിൽ കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റുകാരനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഉപദേശ സംഹിതയിലുണ്ടായ വ്യത്യാസമല്ലാതെ ജീവിതത്തിൽ എന്താ വ്യത്യാസം ഉണ്ടായത്? ദർ വാസ് നോ ബിഗ് ഡിഫറൻസ്. ഉപദേശങ്ങളിലുണ്ടായ വ്യത്യാസമല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിഫോംഡ് തിയോളജി ഈസ് നോട്ട് ജസ്റ്റ് ഇനഫ് ടു മേക്ക് പീപ്പിൾ റിഫോംഡ്. ഒരു പുതിയ നല്ല ദൈവശാസ്ത്രം ഉണ്ടായതുകൊണ്ട് മാത്രം ഒന്നും എന്നുണ്ടാകത്തില്ല. ഒരു ഡോക്ട്രിൻ ഉണ്ടായതുകൊണ്ട് മാത്രം ആളുകൾക്ക് റിഫർമേഷൻ ഉണ്ടാകണം നിർബന്ധമില്ല. സോ ആദ്യത്തെ അപ്പോസ്തോലിക് ഫെയ്ത്തിൽ നിന്ന് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ. അവിടെ നിന്ന് റിഫർമേഷനിലേക്ക്, അല്ലെങ്കിൽ റിഫോംഡ് ഡോക്ട്രിനിലേക്കുള്ള റിഫർമേഷൻ, അല്ലെങ്കിൽ നവീകരണത്തിലേക്കുള്ള ഒരു ചേഞ്ച്. ഈ ഒരു പ്രോബ്ലം, അതായത് റിഫോംഡ് തിയോളജി റിഫോം ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും 18th century ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് റിവൈവലിലേക്ക് വരുന്നത്. റിഫോർമേഷനിൽ നിന്നും റിവൈവലിലേക്ക് വരികയാണ്. 18th century ഗ്രേക്ക് അവേക്കനിങ്, ജോണതൻ എഡ്വേർഡ്സും, അതിനുശേഷം ജോൺ വെസ്ലിയും ജോർജ് വൈറ്റ്ഫീൽഡും. പിന്നീട് റിഫോർമേഷനിൽ നിന്ന് എന്തുണ്ടായി? ഒരു റിവൈവൽ ഉണ്ടായി, ഒരു റിവൈവലിസം, ഉണർവിൻ്റെ ഒരു വലിയ ഒരു വ്യാപനമുണ്ടായി. അവിടെ അവരെ ഡോക്ട്രിൻ വിട്ടുകളഞ്ഞില്ല, റിഫോംഡ് ഡോക്ട്രിൻ സൂക്ഷിച്ചുകൊണ്ട് തന്നെ റിഫോംഡ് ലിവിങ്ങിന് അവർ പ്രാധാന്യം കൊടുത്തു. റിഫോംഡ് ലിവിങ് അതിനവരെ സഹായിച്ചത് എന്താണ്? ഈ റിഫർമേഷൻ മാത്രമല്ല, റിവൈവൽ. അവരുടെ ലൈഫിൽ വലിയ വ്യത്യാസമുണ്ടായി. ഈവൻ ജോൺ വെസ്ലി ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, മെത്തോഡിസം എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് ആളുകളെ വിളിക്കാൻ തുടങ്ങി. ദൈവവചനാധിഷ്ഠിതമായ ഒരു ഡിസിപ്ലിൻഡ് മെത്തോഡിക്, അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ജീവിതം ജീവിക്കാനുള്ള ജോൺ വെസ്ലിയുടെ ആഹ്വാനമുണ്ടായി. 19th century വന്നപ്പോൾ ഈ റിഫോർമേഷനും റിവൈവലും ഇതൊരു ഗ്രോത്താണ്, ഒന്നിനെ ഇട്ട് കളഞ്ഞിട്ടല്ല, ഒരു ഗ്രോത്താണ്.
ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിലേക്ക് കാത്തലിക് ചർച്ച് താഴോട്ട് വീണ് പോയെങ്കിൽ അവിടെ നിന്നുള്ള കരകയറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫോർമേഷൻ, റിവൈവൽ എന്നുള്ള ആ ഒരു വളർച്ചയാണ്. അടുത്തതായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19th സെഞ്ച്വറി വന്നപ്പോഴത്തേക്ക് ചാൾസ് സ്പർജൻ, D.L. മൂഡി, ചാൾസ് ഫിന്നി തുടങ്ങിയ റിവൈവൽ പ്രീച്ചേഴ്സ് എന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആളുകൾ മാറി നിന്നാലേ അവരുടെ ലൈഫിന് വ്യത്യസ്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, നമ്മൾ പറയുന്ന വേർപാട് സമൂഹങ്ങളുണ്ടായി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബ്രദറൻ ചർച്ച്. വേർപാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൂവ്മെൻ്റാണ്. ചാൾസ് ഫിന്നിയും D.L. മൂഡിയും ചാൾസ് സ്പർജനും എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടുകളയാത്ത, കാത്തലിക് ചർച്ചിൽ നിന്ന് റിഫോർമേഷൻ ഉണ്ടായപ്പോഴും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാകും. എന്തോ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. പ്രൊട്ടസ്റ്റന്റിസവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചിന്താഗതികളെ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ചിന്താഗതികളൊന്നും വിട്ടുകളഞ്ഞില്ല. റിവൈവൽ ഉണ്ടായപ്പോഴും അവർ ഈ വ്യവസ്ഥാപിത സഭയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് റിവൈവലിന് വേണ്ടി അവർ പരിശ്രമിച്ചത്. എന്നാൽ ചാൾസ് സ്പർജൻ്റെയും D.L. മൂഡിയുടെയും അവരുടെ അനുഗാമികളുടെയും കാലം വന്നപ്പോഴത്തേക്ക് അവർ വേർപെടുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, അവർ ഒരു സഭയുടെ ബിഷപ്പോ മറ്റുള്ള ആളുകളോ ഒന്നും അല്ലായിരുന്നു എന്ന് തന്നെയല്ല, അങ്ങനെയുള്ള ഒരു എപ്പിസ്കോപ്പൽ ഹൈറാർക്കിക് ജീവിതം ശരിക്കും വേദപുസ്തക പ്രകാരം ജീവിക്കാൻ സഹായകമല്ല എന്ന് മനസ്സിലാക്കി അവർ എന്ത് ചെയ്തു? വേർപെട്ടു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരെന്ത് ചെയ്തു? വേർപെട്ടു. ആ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വർ ടോട്ടലി സ്ക്രിപ്ചറലായിട്ട് വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ. ഇതാണ് ഇതിനകത്തുണ്ടായ വ്യത്യാസം. വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ജീവിതം എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന എംഫസിസ് ആയിരുന്നു. എന്നാൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക്, വേർപാടിൻ്റെ ഒരു ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് എന്തുണ്ടായി? സെപ്പറേറ്റിസ്റ്റ് ആളുകളാണ് ദൈവവചനത്തിന് അധിഷ്ഠിതമായ ജീവിതം മാത്രമല്ല, ദൈവവചനത്തിന് അധിഷ്ഠിതമായ സഭ എന്നുള്ള ആ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പ്രാദേശികമായി സഭ ഓരോ യൂണിറ്റുകളായി കൂട്ടായ്മ ഉണ്ടെങ്കിലും ഹൈറാർക്കി ഇല്ലാത്ത നിലയിലുള്ള, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഹൈറാർക്കിയാണ്. ആ ഹൈറാർക്കിയെ നിരസിച്ചുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് അവർ ഉണ്ടാക്കിയെടുത്തു. ഇവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റുന്നത് അതൊരു വളർച്ചയായിരുന്നു. പിന്നീടുണ്ടായ, അല്ലെങ്കിൽ 19th സെഞ്ച്വറിയുടെ അവസാനവും മറ്റും ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഡാർവിനിസവും മറ്റും ഒത്തിരി ഫെയ്ത്തിനെ, വിശ്വാസത്തെ ഒത്തിരി ചോദ്യം ചെയ്തുകൊണ്ട് വന്ന പരിണാമവാദവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജ് ഓഫ് റീസണിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു യുക്തിയുടെ യുഗം വന്നു കഴിഞ്ഞപ്പോൾ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ പല തിയോളജിയൻസും വേദപുസ്തകത്തിൽ യുക്തിപരമായത് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേദപുസ്തകത്തെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അല്ല, എങ്കിലും നല്ലൊരു ശതമാനം ആളുകളും വേദപുസ്തകത്തിൻ്റെ ആ ആധികാരികതയ്ക്ക്, അല്ലെങ്കിൽ അത് ദൈവനിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് തിയോളജിയൻസ് തന്നെ ഉണ്ടായപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ഫണ്ടമെൻ്റലായിട്ട്, വി കോൾ ദം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, അല്ലെങ്കിൽ അവരുടെ ആ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിന് അവരെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ വിളിക്കാൻ തന്നെ കാര്യം അതാണ്. അവർ പറഞ്ഞ് ഇത് യുക്തിപരമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ബൈബിൾ. ഇത് ബൈബിളാണെന്നുള്ളതാണ്. അത് ദൈവം നമുക്ക് തന്നാണ്. അതിനെ യുക്തിപരമായിട്ട് അനലൈസ് ചെയ്യാനൊന്നും കഴിയത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചത് കൊണ്ട് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ശരിക്കും ഈ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോഴും ഉണ്ടായ പ്രശ്നം എന്ന് അറിയാമോ? വേദപുസ്തകത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തെങ്കിലും ആ ലിബറൽ തിയോളജിയിൽ നിന്ന് സഭയെ ഒന്ന് പിടിച്ചു നിർത്തിയത് ശരിക്കും ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്. എന്നാൽ അപ്പോഴും ഉണ്ടായൊരു പ്രശ്നമുണ്ട്. ഇവർ വേദപുസ്തകത്തെ അനലൈസ് ചെയ്തതൊക്കെ ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, തലനാരിഴ കീറി എന്നൊക്കെ പറയുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളിലേക്ക് അവർക്കൊരു ചായ്വ് കൂടുതലുണ്ടായി. അതുകൊണ്ട് ശരിക്കും വേദപുസ്തകത്തിൻ്റെ ആ സ്പിരിറ്റിനും അപ്പുറത്ത് ബൈബിളിൻ്റെ അക്ഷരങ്ങളായി ഇവരുടെ എംഫസിസ്. ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഫണ്ടമെൻ്റലിസത്തിലേക്കുള്ള വളർച്ചയിൽ പറ്റിയ ഒരു പ്രശ്നം അതാണ്. അതായത് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഉപദേശമൊക്കെ അവർ കറക്റ്റായിട്ട് പറയും, പക്ഷേ എന്ത് സംഭവിച്ചു? അതിൻ്റെ ലൈഫ് ഇല്ലാതെയായിപ്പോയി.
അതാണ് പലപ്പോഴും ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ലൈഫില്ലാത്തൊരു, അല്ലെങ്കിൽ ജീവനില്ലാത്ത, ജീവിതമില്ലെന്നല്ല ഞാൻ പറയുന്നത്, ജീവനില്ലാത്ത ഒരു ത്രസിപ്പിക്കുന്ന പരിശുദ്ധാത്മാ നിവേശിതമാണെന്ന് അവർ പറഞ്ഞെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാൻ അവർ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചില്ല. വ്യാഖ്യാനിക്കാൻ അവർ കൂട്ടുപിടിച്ചത് യുക്തിയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായി എല്ലാവർക്കും ബോധ്യമാകുന്ന നിലയിൽ എന്താണ് യുക്തിപരമായി ഓരോ അക്ഷരവും എടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഓരോ വാക്യത്തിൻ്റെയും ഓരോ തലനാരിഴ കീറി അതിൻ്റെ ഓരോ അക്ഷരങ്ങളും എടുത്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കത്തക്ക രീതിയിൽ അതാണ് അവിടെ പറ്റിയ ഒരു പാളിച്ച. അവിടെയാണ് ഡോഗ്മാറ്റിസം ഉണ്ടായത്. ഒരു ഡോഗ്മ, ഉപദേശം എന്ന് പറയുന്നതിന് ഒരു ഓവർ എംഫസിസ് ഉണ്ടായി. ഉപദേശം പ്രാധാന്യമില്ലാത്തതല്ല, ഞാൻ ഏത് കാര്യം പറയുമ്പോഴും ഇതെല്ലാം പ്രധാനമാണ്. പക്ഷേ ഏത് കാര്യത്തിനും നമ്മൾ ഓവർ എംഫസിസ് കൊടുക്കുമ്പോൾ അത് നമ്മളെ കുഴപ്പത്തിലേക്ക് നയിക്കുന്നത്. എവിടെയും ആവശ്യമായിരിക്കുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോക്കാണ്. ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിനോട് എതിർക്കാനായിരിക്കും നമ്മളൊരു, അല്ലെങ്കിൽ ലിബറൽ തിയോളജിയോടെ എതിർക്കാനായിരിക്കും ഒരു പക്ഷേ ഇവർ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളൊരു പെൻഡുലം ഒരു സൈഡിൽ നിന്ന് വിട്ടാൽ നേരെ നടുക്ക് പോയി നിൽക്കത്തില്ലല്ലോ. അതെന്ത് ചെയ്യും? നേരെ അപ്പുറത്ത് പോയി, ഇപ്പുറത്ത് പോയി, അപ്പുറത്ത് പോയി, ഇപ്പുറത്ത് പോയി, ഒടുവിലല്ലേ ഇത് നടുക്ക് വന്ന് നിൽക്കുന്നത്. ഇതേപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാനായിട്ട് ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിലെ ആളുകൾക്ക്, അതായത് അതിനെ വേദപുസ്തകത്തെ അതിൻ്റെ സ്പിരിറ്റിൽ അവർ പറഞ്ഞു ഇത് പരിശുദ്ധാത്മ നിവേശിതമാണെന്ന് പറഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ഇതിനെ വ്യാഖ്യാനിക്കാൻ അവർ പരിശ്രമിച്ചില്ല. പകരം അവിടെ അവരെന്ത് ചെയ്തു? അവർ യുക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഡോഗ്മാറ്റിസം ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് എൻഡഡ് അപ്പ് ഇൻ ലീഗലിസം. അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും മെച്ചപ്പെട്ട ഉപദേശം കയ്യിലുള്ള ആളുകൾ, ഞങ്ങളെ കഴിഞ്ഞ് വേറെ ആരും ഒന്നുമില്ല, മറ്റുള്ളവരെല്ലാം ഉപദേശമൊന്നും അറിയാൻ വയ്യാത്തവരാണ്, ഞങ്ങൾ മാത്രമേ ഉപദേശത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് അതവർക്ക് ഒരു ലീഗലിസത്തിലേക്കും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ലീഗലിസം ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് ഒരു ഫരിസൈസത്തിലേക്ക് പോകുന്നുള്ളതാണ്. ലീഗലിസം എപ്പോഴും ആത്യന്തികമായി എന്തിലേക്കാണ് നമ്മളെ നയിക്കാൻ സാധ്യതയുള്ളത്? പരീശത്വത്തിലേക്കാണ് നയിക്കാൻ സാധ്യതയുള്ളത്. ഇതാണ് വാസ്തവത്തിൽ ആ കാലയളവിലുണ്ടായ ഒരു വലിയ, അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു പ്രശ്നം. ദേ ന്യൂ ദ ബൈബിൾ ബട്ട് ദേ ഡിഡ് നോട്ട് ഹാവ് ദ പവർ ടു ലിവ് ദ ബൈബിൾ. അവർക്ക് വേദപുസ്തകം അറിയാമായിരുന്നു, ഉപദേശം അറിയാമായിരുന്നു, എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഒരു തത്വശാസ്ത്രം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്കൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് അവർക്കറിയായിരുന്നു. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ജീവിതം ജീവിക്കാനുള്ള ശക്തി അവർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ റിഫോംഡ് തിയോളജി ഉണ്ടായപ്പോൾ റിഫോംഡ് ലിവിങ് ഉണ്ടായില്ല എന്ന് നമ്മൾ പറഞ്ഞു. റിവൈവൽ ഉണ്ടായപ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ റിവൈവൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിലും സഭ അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് വന്നപ്പോൾ അവർ പറഞ്ഞു വ്യക്തികൾ മാത്രമല്ല, സഭയും ഉണർവുണ്ടാകണം, സഭയും നവീകരിക്കപ്പെടണം, സഭയ്ക്കും വ്യത്യാസം ഉണ്ടാകണം. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറി സെപ്പറേറ്റഡ് ആകുന്നത്. അവർ ആ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിൽ വേദപുസ്തകത്തിന് അസാമാന്യമായ പ്രാധാന്യം അവർ കൊടുത്തു. വേദപുസ്തകത്തെ പ്രത്യേകിച്ചും ഈ പുറം ലോകത്ത് ഡാർവിനിസവും ഏജ് ഓഫ് റീസണിങ് ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയത്ത് ലിബറൽ തിയോളജിയോട് എതിർക്കാനായിട്ട് ഇതിൻ്റെ പേഴ്സണൽ, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ആ നിവേശിത അനുഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവനിശ്വാസ്യത എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ഓവർ എംഫസിസ് ഉണ്ടായി. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ അവർ വ്യാഖ്യാനിച്ചതും പഠിപ്പിച്ചതുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ചപ്പോൾ അവർക്ക് ഡോഗ്മാറ്റിസം, അല്ലെങ്കിൽ അവർ ഡോഗ്മാറ്റിക്കായി, അവർ ഉപദേശങ്ങളാണ് ഏറ്റവും പ്രാധാന്യമെന്ന് അവർ ചിന്തിച്ചു. ഓവർ എംഫസിസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ലീഗലിസ്റ്റുകളായി. ലീഗലിസ്റ്റുകൾ നാച്ചുറലി അവർ പരീശന്മാരാവുകയാണ്. പരീശന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്, കർത്താവ് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. പരീശന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവർ പഠിപ്പിക്കുന്നവർ ചെയ്യുന്നില്ല. നല്ല ടീച്ചിങ് ഉണ്ട്, പക്ഷേ ആ ടീച്ചിങ് അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഹോളിനെസ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതായത് വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾ അറിയാവുന്ന സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിലുള്ള ആളുകൾ, നമുക്ക് നല്ല ഉപദേശം അറിയാം, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, നമ്മളിത് ജീവിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് വി നീഡ് ഹോളിനെസ്. We have a holy God, we have a holy church, we have a holy Trinity, we have a holy doctrine, but we do not have holy living.
നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല? വിശുദ്ധ ജീവിതമില്ല. അതൊരു നിരാശ പോലെ ആയിപ്പോയി ആളുകൾക്ക്. ഡോഗ്മാറ്റിസത്തിൻ്റെ അവസാനം ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടെന്താ, ആളുകൾ പറഞ്ഞു ഇല്ല, നമുക്കിത് ജീവിക്കണം. അതാണ് ഹോളിനെസ് ക്യാമ്പ് മീറ്റിങ്ങുകളും മറ്റും. ആളുകളെല്ലാം ക്യാമ്പ് മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് പകരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് പ്രേയിങ്. ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമ്പ് മീറ്റിങ്ങുകളാണ്. ആ ക്യാമ്പ് മീറ്റിങ്ങുകളിൽ അവർ മനസ്സിലാക്കിയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വി നീഡ് ഹോളി സ്പിരിറ്റ്. ഇഫ് യു വോണ്ട് ടു ലിവ് എ ഹോളി ലിവിങ്, വി നീഡ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ച ഉണ്ടാകുന്നത് ഈ ഹോളിനെസ് മൂവ്മെൻറ്റിലെ ക്യാമ്പുകളിൽ വെച്ചാണ്. ആ ക്യാമ്പുകളിലാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങുന്നത്. നേരത്തെ ഒന്നും അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥനാനുഭവങ്ങളോ പ്രാർത്ഥനാ ക്യാമ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെന്തിക്കോസുകാരല്ല പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയത്. പെന്തിക്കോസുകാരല്ല പരിശുദ്ധാത്മാവിന് വേണ്ടി കൂട്ടമായി ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങിയത്. ഈ ഹോളിനെസ് മൂവ്മെൻറ്റുകാരാണ്. ആ ഹോളിനെസ് മൂവ്മെൻറ്റിൽ നിന്നാണ് വാസ്തവത്തിൽ ഹോളിനെസ് മൂവ്മെൻറ്റ് ഒരു ഓഫ് ഷൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്റ്റലിസം എന്ന് പറയുന്നത്. ഹോളിനെസ്, വില്യം ജെ സെയ്മൂർ വാസ് എ ഹോളിനെസ് മൂവ്മെൻറ്റിലെ ഒരു പ്രീച്ചറായിരുന്നു വില്യം ജെ സെയ്മൂർ. ചാൾസ് പെർഹാമും മറ്റും ഇതേപോലെ തന്നെ ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ജീവിതത്തെ രൂപപ്പെടുത്തിയ ചാൾസ് പെർഹാമിൻ്റെ ബൈബിൾ സ്കൂളിൽ വെച്ച് ടൊപ്പിക്കയിൽ വെച്ച് 1901 ജനുവരി 1 ആഗ്നസ് ഹോസ്മാൻ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെങ്കൊച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആളുകൾ അന്യഭാഷകൾ സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സായിപ്പാണല്ലോ ചരിത്രം എഴുതുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചരിത്രം വരുമ്പം സായിപ്പിൻ്റെ ഭാഷ മാത്രമേ വരുവുള്ളല്ലോ, നമ്മുടെ ഭാഷ വരത്തില്ലല്ലോ. അല്ലാതെ ചിലരുടെയൊക്കെ ചിന്ത പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ എന്താ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് അന്യഭാഷ സംസാരിക്കുന്നത് ആഗ്നസ് ഹോസ്മാനാണെന്ന്. അതൊന്നുമല്ല. ചരിത്രത്തിലുടനീളം എല്ലായ്പ്പോഴും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരും പരിശുദ്ധാത്മാവിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ സഭ എത്ര അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് പോകാൻ ഇവർക്ക് ആർക്കും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലയളവിലും ദൈവം ആത്മവരപ്രാപ്തരായ ഒരു റെമനന്റിനെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിൽ പ്രവേശിക്കത്തക്ക രീതിയിലുള്ള എക്സ്പോസ്ഡ് ആയിരുന്നില്ല അവർ. അത്രയേ ഉള്ളൂ, അവർ എക്സ്പോസ്ഡ് ആയിരുന്നില്ല. അവിടെ പ്രേയർ എന്ന് പറയുന്ന ആ ഒരു വലിയ എന്താണ്, പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രാർത്ഥന. കാരണം അവർക്ക് മനസ്സിലായി, അവർ പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ അറിയാം, നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയാം, പക്ഷെ നമുക്ക് അതിനുള്ള പവറില്ല. ആ പവർ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിൽ നിന്നാണ് അവർ ഇങ്ങനെയുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള പല ക്യാമ്പുകളിലും ആത്മാവിൻ്റെ വലിയ ചലനമുണ്ടാവുകയും അനേകര് ഹോളിനെസ്സിന് വേണ്ടി സമർപ്പിക്കുകയും, ഈവൻ ടേക്ക് ദ കേസ് ഓഫ് അങ്ങനെ മാറിയ ആളുകൾ ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് ഈ ക്യാമ്പുകളിലേക്ക് വന്നത്. അങ്ങനെ അനേക ഹോളിനെസ് സഭകൾ തന്നെ ഉണ്ടായി. ശരിക്കും ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പെന്തിക്കോസ്റ്റൽ ചർച്ചായിട്ട് തുടങ്ങിയതല്ല. 1886 1886 ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സഭയായിട്ട് തുടങ്ങിയതാണ് ചർച്ച് ഓഫ് ഗോഡ്. പിന്നീട് ആ ഹോളിനെസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ചർച്ച് ഓഫ് ഗോഡ് വാസ്തവത്തിൽ പെന്തിക്കോസ്റ്റലിസത്തെ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. ബിക്കോസ് എന്താണ്, ഈ ഹോളിനെസ് മൂവ്മെൻറ്റിലൂടെ വന്ന സഭാംഗങ്ങളെല്ലാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതോടുകൂടെ പിന്നെ അവർ they considered themselves as Pentecostal church. 1886 തുടങ്ങുന്നത്. അന്നത് പെന്തിക്കോസ്ത് സഭയല്ല, അന്ന് അവിടെ ഉള്ളവരെല്ലാം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നവരൊന്നും അല്ല. ദാറ്റ് വാസ് എ ചർച്ച് ഓഫ് ദ ഹോളിനെസ് മൂവ്മെൻറ്റ്, ചർച്ച് ഓഫ് ഗോഡ്. ഇനി ഈ ആഗ്നസ് ഹോസ്മാൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 1901 ആ 1901 തുടങ്ങുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസത്തെ ആണ്ടർ ദി യോഗത്തിൽ ഒരു ടൊപ്പിക്കയിലെ ഒരു ബൈബിൾ സ്കൂളിൽ വെച്ച് പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആഗ്നസ് ഹോസ്മാൻ പറഞ്ഞു, എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് ചാൾസ് പെർഹാം എന്ന് പറയുന്ന അവരുടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അവർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ പെങ്കൊച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇൻ ചൈനീസ് ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ചൈനീസ് ഭാഷ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ബാക്കി ആരും ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവളോട് ചോദിച്ചു, നീ എന്തോ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതും ചൈനീസിലാണ് ഇവൾ പറയുന്നത്. ആൻസർ ചെയ്യുന്നതും
ചൈനീസിലാണ്. എന്നാൽ നീ എഴുതി കാണിക്കാൻ പറഞ്ഞപ്പോൾ എഴുതിയതും ചൈനീസാണ്. ആ എഴുതിയ പേപ്പറുകൾ ബ്ലോക്ക് എടുത്ത് അന്നത്തെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആഗ്നസ് ഓസ്മാൻ എഴുതിയത് ചൈനീസാണ്. പിറ്റേ ദിവസം ഇവൾ സംസാരിച്ചത് ബൊഹീമിയൻ ലാംഗ്വേജാണ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഇവൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട് എല്ലാവരും, ഈ ചർച്ചിലുള്ള അല്ലെങ്കിൽ ഈ ബൈബിൾ സ്കൂളിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ആഗ്നസ് ഓസ്മാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഇവൾ ചിന്തിച്ചത് ഇവർക്ക് മാത്രമായിട്ട് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്നാണ്. പക്ഷേ ആഗ്നസ് ഓസ്മാന് മാത്രമല്ല, പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതൊരു വലിയ വളർച്ചയാണ്. അങ്ങനെ ആ ചാൾസ് പെർഹാമിൻ്റെ ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ വില്യം ജെ സെയ്മൂറാണ് അസൂസ സ്ട്രീറ്റിൽ ഒരു ഉണർവ് യോഗം തുടങ്ങുന്നത്. ഒരു ഉണർവ് യോഗം തുടങ്ങണമെന്ന് തുടങ്ങിയൊന്നുമല്ല, അവിടെ വില്യം ജെ സെയ്മൂർ പ്രസംഗിച്ച് തുടങ്ങി, ആളുകൾ വന്നു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. പിന്നെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി. യോഗം ഒന്നും നിർത്താൻ പറ്റുന്നില്ല. അതായത് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുതിയ ഗ്രൂപ്പ് വരാൻ തുടങ്ങി, പുതിയ ഗ്രൂപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു. അസൂസ സ്ട്രീറ്റിൽ ഒരു ബിൽഡിങ്ങിൽ അവർ തുടങ്ങിയ മീറ്റിംഗ് 3.5 വർഷം കണ്ടിന്യൂ ചെയ്തെന്നാണ് പറയുന്നത്. 3.5 years. അങ്ങനെ അസൂസ സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. യൂറോപ്പിൻ്റെ ഈവൻ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നും എല്ലാ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അമേരിക്കയിൽ നിന്നും ഒക്കെ ആളുകൾ ലോസ് ഏഞ്ചലസിലെ ഈ അസൂസ സ്ട്രീറ്റിലേക്ക് വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഈ കറുത്ത പ്രസംഗകൻ, ഈ വാസ് എ ബ്ലാക്ക് ഹോളിനസ് പ്രീച്ചർ, അവൻ്റെ ആ വില്യം ജെ സെയ്മൂറിൻ്റെ ആ ഉണർവ് യോഗത്തിൽ വന്ന് പങ്കെടുത്ത ആത്മസ്നാനം പ്രാപിച്ച സാഹിബന്മാർ മിഷണറീസ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ഇന്ത്യയിലേക്കും വന്നു, ആഫ്രിക്കയിലേക്കും പോയി, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി. അവിടെ എല്ലാം അവർ ഈ പെന്തിക്കോസ്ത് ഉണർവിൻ്റെ പ്രചാരകരായി സുവിശേഷം അറിയിച്ചു. അനേക സ്ഥലങ്ങളിൽ ആളുകൾ ആത്മസ്നാനം പ്രാപിച്ചു. ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആളുകൾ പിന്നെ അവർക്ക് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിൽ ഇവർക്ക് പിന്നീട് ഒരു സ്ഥാനമില്ലാതെയായി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. പല സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അതാണല്ലോ. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ചർച്ചസിൽ നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മളെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ നമ്മളെ പുറത്താക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടായി, നമ്മൾ പുറത്ത് പോകുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മളെ അവർ പുറത്താക്കി, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോന്നു. അപ്പോൾ അവർക്ക് ദേ നീഡഡ് ചർച്ച്. സോ അവർ എല്ലായിടത്തും ലോക്കൽ ചർച്ചസ് ഉണ്ടാക്കി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇറ്റ് വാസ് ഈസി ഫോർ ദം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലീഡർഷിപ്പ് കൊടുത്ത പല ആളുകളും ഹോളിനെസ് മൂവ്മെന്റിൽ നിന്ന് വന്നവരാണ്. ഹോളിനെസ് മൂവ്മെന്റിലുള്ളവർ ശരിക്കും അവരുടെ പശ്ചാത്തലം സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിൽ നിന്നാണ്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിനോടുള്ള ആഭിമുഖ്യം അവർക്കില്ല. അവർക്ക് ഇറ്റ് വാസ് ഈസി ഫോർ ദം ടു സ്റ്റാർട്ട് എ ലോക്കൽ ചർച്ച്. കാര്യം അവരുടെ ട്രെയിനിങ് അതാണ്, അവർ വന്ന സാഹചര്യം അതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻസ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ടായി. അമേരിക്കയിലും ഉണ്ടായി. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പെന്തിക്കോസ് ഉണർവ് വ്യാപിച്ച സ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ ചെറിയ ചെറിയ സഭകളുണ്ടായി. അങ്ങനെ ഈ സഭകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി മീറ്റിംഗ് നടത്താൻ തുടങ്ങി. ഈ സഭകളെല്ലാം കൂടെ, നമ്മുടെ മാസയോഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ മീറ്റിംഗ് പല സ്ഥലങ്ങളിലുള്ള സഭകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇതൊരു അന്യോന്യമുള്ള സഹകരണം ആവശ്യമാണ് എന്ന് കണ്ട് അമേരിക്കയിലെ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ചർച്ച് ഓഫ് ഗോഡൊക്കെ അന്ന് വേറെ സഭയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കൂടി 1914 തുടങ്ങിയതാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ തന്നെ കാര്യം അതാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലികൾ പല സ്ഥലങ്ങളിലാണ്. എല്ലായിടത്തുമുള്ള ദൈവത്തിൻ്റെ അസംബ്ലികളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി എന്ന നിലയിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങുന്നത്. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയിട്ട് പലയിടത്തേക്ക് വ്യാപിച്ചതല്ല. ശരിക്കും പല സ്ഥലങ്ങളിൽ പെന്തിക്കോസ് ഉണർവ് ഉണ്ടായപ്പോൾ ഉണ്ടായ സഭകളെ ഒരുമിച്ച് ചേരുകയായിരുന്നു. പക്ഷേ അത് വലിയൊരു മിഷനറി മൂവ്മെൻ്റായി. കാര്യം ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് വളരെ ഈ പുതിയ അവർക്ക് ലഭിച്ച പുതിയ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള അഭിവാഞ്ചിയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കാൻ തുടങ്ങി. അതാണ് വാസ്തവത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ രൂപീകരണത്തിനുണ്ടായ ഏറ്റവും പ്രാധാന്യമുള്ള
അല്ലെങ്കിൽ ഏറ്റവും ഓർത്തിരിക്കുന്നതായ കാര്യം. അങ്ങനെയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു മിഷനറി മൂവ്മെൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇടയായത്. അതേസമയം ചർച്ച് ഓഫ് ഗോഡ് ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചായിട്ട് അവരങ്ങ് രൂപപ്പെടുകയായിരുന്നു. സ്കാൻഡിനേവിയൻ ചർച്ചസിലും സ്കാൻഡിനേവിയയിലും നോർവേയിലും ഒക്കെയുള്ള സഭകൾ വേറെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ള പേരിലല്ല അവർ അറിയപ്പെട്ടിരുന്നത്. ഫിലദൽഫിയ ചർച്ച് എന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ചർച്ചസ്, ലെവി പത്രോസിൻ്റെയും മറ്റും സഭ. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ഡെവലപ്മെൻ്റ് ഉണ്ടായപ്പോൾ പിന്നീട് അത്യാവശ്യമായി വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉപദേശം വേണമായിരുന്നു. അതായത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശം ആവശ്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഈ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് സാർവത്രികമായി യൂണിവേഴ്സലായി എല്ലായിടത്തും ആളുകൾ ആത്മാവിൽ നിറയുകയും ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിക്കുകയും അങ്ങനെ ആത്മവരങ്ങൾ അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചവരുടെ കൂട്ടായ്മകൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പോയ ഏതാണെങ്കിലും ഇഫ് ഇറ്റ് ഇസ് എ ചർച്ച്, ദ ചർച്ച് നീഡ്സ് എ ഡോക്ട്രിൻ. അത് അങ്ങനെയാണ് ഒരു പെന്തിക്കോസ്ത് ഉപദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് എസെൻഷ്യൽ. പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ ആവശ്യമായി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അത് ഈസിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് വന്ന ആ വഴി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ശക്തമായ ഉപദേശം ഉണ്ടാക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, പെന്തിക്കോസുകാരെന്തുവാ അവർ കുറച്ച് അന്യഭാഷ പറയുന്നു, അവർക്കൊരു ഉപദേശമുണ്ടോ? അല്ലെങ്കിൽ പെന്തിക്കോസുകാർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, നമ്മളിങ്ങനെ അന്യഭാഷ പറയുന്നതല്ലാതെ നമുക്ക് ശക്തമായ ഒരു ഉപദേശമില്ല, നമുക്കൊരു പാരമ്പര്യമില്ല, നമുക്കൊന്നുമില്ല, ഒരു അപകർഷതാബോധം. ഞാനൊരു പ്രാവശ്യം ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റിസർച്ച് നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മളൊക്കെ എന്തോ പറയാനാ, നമുക്ക് എന്തെങ്കിലും ഉപദേശമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? നമ്മളൊക്കെ ഈ ഇവാഞ്ചലിക്കൽ തിയോളജിയും ഒക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നെന്നുള്ളതല്ലാതെ വേറെ നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ഇവരുടെയൊക്കെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നു എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ പോലും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ പെന്തിക്കോസ്തിൻ്റെ ആ ഒരു സ്വാത്മബോധമില്ലാത്ത ഒരു തലമുറയാണ് വാസ്തവത്തിൽ പുതുതായിട്ടുണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, ഞാനൊരു പെന്തിക്കോസുകാരനായിപ്പോയി എന്നുള്ള നിലയിലാണ് പലരുടെയും ഇടപെടൽ, അല്ലേ? പെന്തിക്കോസുകാരനായിപ്പോയി, ഏതോ കളഞ്ഞേച്ച് പോയി, അല്ലെങ്കിൽ എന്തോ ഇല്ലാതെ ആയിപ്പോയി എന്നുള്ള നിലയിലാണ്. പക്ഷേ പെന്തിക്കോസ്റ്റലിസത്തിന് വളരെ ശക്തമായ ഒരു ഉപദേശത്തിൻ്റെ അടിത്തറ ഉണ്ട്. എന്തുകൊണ്ട് ശക്തമായെന്ന് പറയാൻ കാര്യം എന്താണ്? ആദ്യമൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ മാറിയതെങ്കിലും പെട്ടെന്ന് സ്ഥിതി മാറി. സഭകളുടെ ആവിർഭാവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് അവർക്ക് എന്താണ്, അവർക്ക് ഉപദേശം ആവശ്യമായി വന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. കാര്യം ഇവരുടെ പശ്ചാത്തലം എങ്ങനെയുള്ള പശ്ചാത്തലമാണ്? പെന്തിക്കോസ്തിൻ്റെ ആത്മീയ പാരമ്പര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നവീകരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. അവിടെ നിന്ന് ആദ്യം ഉണ്ടായത് റിഫോമിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നവീകരണ പശ്ചാത്തലത്തിൽ നിന്ന്. അപ്പം നമ്മുടെ ഒന്നാമത് ബേസിക്കലി വി ആർ കമ്മിങ് ഫ്രം എന്നാണ് ആദ്യം തൊട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോസ്തോലിക പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ അപ്പോസ്തോലിക പാരമ്പര്യം കഴിഞ്ഞിട്ട് ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി പോയെങ്കിലും അവിടെ നിന്ന് പിന്നീടുള്ള എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിട്ടാണ് പെന്തിക്കോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വളർച്ചയുടെയും നല്ല വശങ്ങൾ പെന്തിക്കോസ്റ്റൽസിന് എടുക്കാമായിരുന്നു. ഇറ്റ് വാസ് ഈസി ഫോർ ദം. അതായത് ചരിത്രത്തിലുടനീളമുള്ള സഭയുടെ പല ട്രാൻസിഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ആ ട്രാൻസിഷൻസിലെ എല്ലാ സ്ഥലങ്ങളിലെയും നല്ല വശങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. അങ്ങനെ അപ്പോസ്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാത്തലിക് ചർച്ചിലൂടെ റിഫോമിസ്റ്റുകൾ ഉണ്ടായി. ആ റിഫർമേഷൻ്റെ നല്ല വശങ്ങൾ അവരെടുത്തു. ആ റിഫർമേഷൻ തന്നെയല്ല, ഉണർവ് സംഘങ്ങളുടെ ആ റിവൈവലിസ്റ്റ് പാരമ്പര്യം അവർ എടുത്തു. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് ഉപദേശം എന്ന് പറയുന്നത് വേർപാടിൻ്റെ ഉപദേശമാണ്. വി ആർ സെപ്പറേറ്റഡ് പീപ്പിൾ. അത് വളരെ പ്രസക്തമായ ഒരു ഉപദേശമാണ്. വേർപാടിൻ്റെ ഉപദേശം എടുത്തു. അതുപോലെ തന്നെ അവർ മെത്തോഡിസം പോലെയുള്ള ഡിസിപ്ലിൻഡ് ലിവിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉപദേശം രൂപീകരിച്ചു. അല്ലെങ്കിൽ അതും കൂടെ അവരുടെ ഉപദേശത്തിൽ അവർ ചേർത്തു പെന്തിക്കോസ്റ്റൽസിൻ്റെ.
അതേപോലെ അവർ വേദപുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിൽ ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു. ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ വിശുദ്ധിയുടെ ഉപദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മൂവ്മെൻറ്റ്സിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തുകൊണ്ട്, അതുകൊണ്ട് പെന്തക്കോസ്തിന് ഒരു വലിയൊരു ആത്മീയ പാരമ്പര്യമുണ്ട്. അപ്പോസ്തോലിക കാലം മുതലുള്ള പാരമ്പര്യം, നവീകരണത്തിൻ്റെ പാരമ്പര്യമുണ്ട്, റിഫോം മൂവ്മെൻറ്റിൻ്റെ ഉണർവിൻ്റെ പാരമ്പര്യമുണ്ട്, വേർപാടിൻ്റെ പാരമ്പര്യമുണ്ട്, ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ പാരമ്പര്യമുണ്ട്, ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഈ എല്ലാ മേജർ ട്രാൻസിഷനിലെയും നല്ല അംശങ്ങൾ ചേർത്തെടുത്തത് കൊണ്ട് പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് ഒരു ഉപദേശമില്ലാത്ത ഗ്രൂപ്പൊന്നും അല്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. പെന്തിക്കോസ്തുകാർക്ക് ആകെ ഉള്ളത് അന്യഭാഷ മാത്രമാണെന്നുള്ള നിലയിൽ ആളുകൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പെന്തിക്കോസ്തുകാരും അങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ക്ലാസ്സിനകത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. മറ്റുള്ളവരുടെ ചേഞ്ചിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് പെന്തിക്കോസ്തുകാരൻ്റെ ചേഞ്ചാണ്. അല്ല, അതിപ്പോൾ മറ്റുള്ളവരിപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട്, പക്ഷേ പെന്തിക്കോസ്തുകാരൻ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നമുക്കെന്തോ ബ്രദറായ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ശക്തമായ ഒരു ഉപദേശമുണ്ട് പെന്തിക്കോസ്ത് സഭകൾക്ക്. അത് പക്ഷേ എന്താണെന്നുള്ളത് നല്ലൊരു ശതമാനം ആളുകൾക്കും അൽമായർക്ക് മാത്രമല്ല സഭാ നേതാക്കന്മാർക്ക് പോലും എന്താണ് പെന്തിക്കോസ്തിൻ്റെ ഉപദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നുള്ളത് വേറെ കാര്യമാണ്. ഉപദേശമുണ്ട്, പക്ഷേ ആ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അജ്ഞരാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമ്മുടെ മുൻഗാമികളായ റിഫോമിസ്റ്റ് ഗ്രൂപ്പുകളുടെയും റിവൈവലിസ്റ്റുകളുടെയും സെപ്പറേറ്റിസ്റ്റുകളുടെയും ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും അതിൻ്റെ എല്ലാ മഹിമകളോടും കൂടെ പരിശുദ്ധാത്മ വരങ്ങളുടെ പ്രകാശനങ്ങളും കൂടെ ചേർക്കുന്നതാണ് പെന്തക്കോസ്ത് ഉപദേശം. ബാക്കിയുള്ള എല്ലാ സഭയുടെ മേജർ ട്രാൻസിഷനിലെ എല്ലാ നല്ല അംശങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ അഡീഷണലായിട്ട് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ പ്രകാശനങ്ങളും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടി. എന്നാൽ അന്നും ഇന്നും ഉപദേശങ്ങളെ വലിയ ഗൗരവമായി എടുക്കാത്ത ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചാത്തലത്തിലുള്ളവർ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭകൾ രൂപീകരിച്ചിട്ടുള്ള ഡിസിഡന്റ് ഗ്രൂപ്പുകൾ അതിന്നും ഉണ്ട്, അന്നും ഉണ്ട്. ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ എന്തെങ്കിലും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മാറി പോകുന്നവരുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ പെന്തക്കോസ്ത് സഭകളും ഒരേ ഉപദേശത്തെ തന്നെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പെന്തക്കോസ്റ്റൽ ചർച്ചസ് ദേ ഫോളോഡ് എ സിംഗിൾ ഡോക്ട്രിൻ ലൈൻ. വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പെന്തക്കോസ്ത് ഉപദേശം. ഇപ്പം അവർ ഒരുപക്ഷെ പല പല സംഘങ്ങളുണ്ടായിരിക്കാം, അസംബ്ലി സഭകളുണ്ടായിരിക്കാം, ചർച്ച സഭകളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ IPC ഉണ്ടായിരിക്കാം, ഫുൾനെസ്, ഓൾ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടായിരിക്കാം. പക്ഷേ മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം എന്ത് ചെയ്തു? ഉപദേശപരമായി ഒരേ ഉപദേശത്തെ തന്നെ പിന്തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഉള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം. അതുകൊണ്ട് ഈ മെയിൻ ലൈൻ പെന്തിക്കോസ്ത് ഘടകങ്ങൾ, വി കോൾ ദം ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽസ്. ഈ മെയിൻ ലൈനിലുള്ള പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് സംഘടനകൾ വെറും അന്യഭാഷ പറയുന്നവർ മാത്രമല്ലെന്നും ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ച് തന്നെയാണെന്നും മറ്റുള്ളവർ പോലും പിന്നീട് ക്രമേണ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം നമുക്ക് അടിസ്ഥാനപരമായി മെയിൻ ലൈൻ ചർച്ചസിൻ്റെ തിയോളജിയോട് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. ഉപദേശങ്ങളോട് മെയിൻ ലൈൻ, ഇപ്പം ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിൻ്റെ ഒരു ഉപദേശങ്ങളോടും മെയിൻ ലൈൻ ചർച്ചസിൻ്റെ ഉപദേശങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതിൻ്റെ വിശകലനത്തിൽ ചിലപ്പം വ്യത്യാസങ്ങളുണ്ടായാലും നമ്മൾ ഒരു പെന്തക്കോസ്ത് ഒരു കൾട്ട് ഗ്രൂപ്പൊന്നുമല്ല. ഇപ്പം യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ യഹോവ വലിയ ആളാണെന്ന് പറയുന്നത് പോലെ നമ്മളാരും പരിശുദ്ധാത്മാവ് മാത്രമാണ് വലിയ ആളെന്ന് പറയുന്നില്ലല്ലോ. അതായത് അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ പെന്തക്കോസ്ത് സഭകൾക്ക് മെയിൻ ലൈൻ ചർച്ചസിൻ്റെ തിയോളജിയോട് അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. അതുകൊണ്ട് അവർക്ക് ഒരു ദൈവശാസ്ത്രപരമായ നിലയിൽ പെന്തക്കോസ്തിനെ ഒരു ഡീവിയേറ്റഡ് ഗ്രൂപ്പായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ദൈവശാസ്ത്രപരമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ അക്സെപ്റ്റിംഗ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ദ മെയിൻ ലൈൻ തിയോളജി. പിന്നീട് അത് വേദപുസ്തക കേന്ദ്രീകൃതമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഓപ്പണാണ്.
മറ്റുള്ള സഭകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഞാനിപ്പോൾ ഒരു പാരമ്പര്യ സഭയിൽ ചെന്നിട്ട് ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറയും, ആ വേദപുസ്തകം അങ്ങനെയൊക്കെ പഠിപ്പിക്കും, പക്ഷേ ഞങ്ങൾ ഉപദേശം ഇതാ. പെന്തിക്കോസ്തുകാരൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ പിതാക്കന്മാര് ഈ ഉപദേശം പഠിപ്പിച്ചപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു വി ആർ ബൈബിൾ ബേസ്ഡ് എന്ന്. അതാണ് വാസ്തവത്തിൽ പെന്തിക്കോസിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പുതിയ ഒരാൾക്ക് വന്നിട്ട്, ഒരു നേതാവിന് വന്നിട്ട് മാറ്റാൻ കഴിയുന്നതല്ല പെന്തിക്കോസ് ഉപദേശം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു നേതാവ് വന്നപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, പക്ഷേ ഇന്ന് മുതൽ നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതിനെ ചോദ്യം ചെയ്യാൻ എന്തുണ്ട്? ബൈബിൾ ബേസ്ഡ് ആയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിയും. ആ ഓപ്പൺനെസ് ആണ് പെന്തിക്കോസിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. ആ ഓപ്പൺനെസ് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ദോഷം, അത് പ്രൊട്ടസ്റ്റന്റിസത്തിലെ ഒരു പ്രത്യേകതയാണ്. പോപ്പ് പറയുന്നതിനപ്പുറത്തൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സംഘത്തിൽ നിന്നാണ് അതോറിറ്റി ഓഫ് ദ ബൈബിൾ അക്സെപ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് ശരിയാണ്. ദോഷമുണ്ട്. പക്ഷേ ഈ ഒരു ഗുണം കിടക്കുന്നിടത്തോളം കാലം ആർക്കും ഒരാൾക്ക് കയറി ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർ മുഖ്യധാര പെന്തിക്കോസ്ത് അനുഭവത്തിൽ നിന്ന് മാറി നിന്നാലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരാൾ മാറിയിട്ട് ഏതെങ്കിലും ഒരു ഉപദേശം സ്പെസിഫിക് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, കുഞ്ഞെ നിനക്ക് അനുഭവപ്പെട്ട് കിട്ടിയതും വെളിപ്പെട്ട് കിട്ടിയതും അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പണി നോക്കിക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അത് പറയാൻ, അതുകൊണ്ടാണ് ബൈബിൾ ബേസ്ഡ് അല്ലാത്ത ഒരു ഉപദേശത്തിന് പെന്തിക്കോസിലേക്ക് കടന്നുകൂടാനായിട്ട് ബുദ്ധിമുട്ട്. കടന്നുകൂടിയാൽ അവരത് പെന്തിക്കോസാന്ന് പറയുമായിരിക്കും, പക്ഷേ മെയിൻ ലൈൻ ചർച്ചസിൽ അല്ലെങ്കിൽ മെയിൻ ലൈൻ ചർച്ചസ് ഫോളോ ചെയ്യുന്ന ഉപദേശം ബൈബിൾ ബേസ്ഡ് ആയതുകൊണ്ട് അതിന് വിപരീതമായ എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ഓപ്പൺനെസ് നമുക്കുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കിടക്കുകയാണ്. അതില്ലാതെ ആയാൽ ഞാൻ പെന്തിക്കോസിൽ കാണത്തില്ല. അതുള്ളിടത്തോളം കാലമേ എനിക്ക് പെന്തിക്കോസിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം ഏതെങ്കിലും ഒരു ലീഡർ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് അപ്പുറത്തായിട്ടൊരു കാര്യം പഠിപ്പിച്ചിട്ട് ഇതാണ് സത്യം, ഇത് വിശ്വസിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ആ ഓപ്പൺനെസ് അത് കിടക്കുന്നത് ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് അതും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല. കാര്യം പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് എന്തിൽ മാത്രം, വേദപുസ്തക ഉപദേശങ്ങളിൽ മാത്രമേ ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വേദപുസ്തകം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം നമുക്ക് ഒരു ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ചായിട്ട് പെന്തിക്കോസ് രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്കുള്ള ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ അർത്ഥം പെന്തിക്കോസുകാർക്ക് അനുഭവങ്ങൾ മാത്രമല്ല, വചന കേന്ദ്രീകൃതമായ ഒരു ഉപദേശവുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് പെന്തിക്കോസ് എന്ന് ചോദിച്ചാൽ, നവീകരണത്തിന്റെ ഉപദേശവും റിഫോമേഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച നവീകരണത്തിന്റെ ഉപദേശവും റിവൈവൽ നായകരായിരുന്നവരിൽ നിന്ന് സ്വീകരിച്ചതായ ഉണർവിന്റെ ഉപദേശവും മെത്തോഡിസം പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതിന്റെ മൊത്തമായിട്ട് എടുക്കുകയല്ല, അതിന്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നവീകരണത്തിന്റെയും ഉണർവിന്റെയും ശിക്ഷണമുള്ള ഒരു ഡിസിപ്ലിൻഡ് ജീവിതത്തിന്റെയും വേർപാടിന്റെയും ഫണ്ടമെന്റലിസത്തിന്റെയും, അതായത് വചനത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാത്ത നിലപാടിന്റെയും വിശുദ്ധിയുടെയും അപ്പോസ്തോലിക അനുഭവത്തിന്റെയും ആത്മനിറവിന്റെ ജീവിതത്തിന്റെയും ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പെന്തിക്കോസ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടാണ് പെന്തിക്കോസ്. ഇതിനെ ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ നമ്മുടെ സഭകളിൽ പരിശ്രമിച്ചാൽ, സഭകളിൽ ധാരാളം ആളുകൾ അതിനകത്ത് ഉപദേശം മാത്രമല്ല, ഈ പറഞ്ഞ ഉപദേശങ്ങൾ, വിശുദ്ധി, അപ്പോസ്തോലിക അനുഭവം, അതിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഉപദേശം മാത്രം പോരാ, ആത്മനിറവിന്റെ ജീവിതം, ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ പെന്തിക്കോസ് ആകുന്നുള്ളൂ. വളരെ സൗണ്ടായിട്ടുള്ള ഒരു ഡോക്ട്രിൻ കൊണ്ട് മാത്രം ഒരാൾ പെന്തിക്കോസുകാരനാകത്തില്ല. അങ്ങനെ ചിന്തിക്കരുത്. നല്ലൊരു ഡോക്ട്രിൻ ഉണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റിസ്റ്റ് ആകാനായിട്ട് പറ്റുമായിരിക്കും, ഒരു വേർപെട്ട സംഘത്തിന്റെ അംഗമാകാൻ പറ്റുമായിരിക്കും. പക്ഷേ നല്ലൊരു ഉപദേശം കൊണ്ട് മാത്രം ഒരാൾക്ക് എന്താകാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന പോലെ പെന്തിക്കോസ്തുകാരനാകണമെങ്കിൽ അവൻ എന്തും കൂടെ വേണം. അതിന്റെ കൂട്ടത്തിൽ അപ്പോസ്തോലികമായ അനുഭവം വേണം, ആത്മനിറവിന്റെ ജീവിതം വേണം.
ഞാൻ ഈ ആത്മനിറവിൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റേ CD-യിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങളിൽ പെന്തിക്കോസ്ത് വളരെ പ്രസക്തമായ ഉപദേശ അടിത്തറയുള്ള അനുഭവമുള്ള ഒരു ഗ്രൂപ്പായിട്ട് വളർന്നു വരുമ്പോഴാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ നമ്മുടെ ഈ പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തെയും അപ്പോസ്തോലിക അനുഭവത്തെയും ജീവിതത്തെയും, ഉപദേശത്തെയും അനുഭവത്തെയും ജീവിതത്തെയും ഒന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഈ പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ അനുഭവത്തിൻ്റെ ലെവലിൽ മാത്രം നിൽക്കുന്ന പല ആധുനിക അല്ലെങ്കിൽ പുതിയ സഭകളുമുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ഡീവിയേഷനാണ്. ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഡീവിയേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നതല്ല പെന്തിക്കോസ്ത് എന്ന് പറയുന്നത്. അതിനൊരു നിയന്ത്രിതമായ ഒരു നിയതമായ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ഡോക്ട്രിനൽ സ്റ്റാൻഡ് ഉണ്ട്. ഡോക്ട്രിൻ മാത്രം എടുത്തൊരാൾക്ക് പെന്തിക്കോസ്തുകാരനാകാൻ പറ്റത്തില്ല, അനുഭവം മാത്രം എടുത്തൊരാൾക്ക് പെന്തിക്കോസ്തുകാരനാകാൻ പറ്റത്തില്ല, ജീവിതം മാത്രം എടുത്ത് ഒരാൾക്ക് പെന്തിക്കോസ്തുകാരനാകാൻ പറ്റത്തില്ല. ഡോക്ട്രിനും അനുഭവവും ജീവിതവും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈ പെന്റിക്കോസ്റ്റൽ ലെവലിലേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം എന്താണ്? പ്രത്യേകിച്ചും കത്തോലിക്ക സഭ പോലെയുള്ള പാരമ്പര്യ സഭകളിൽ നിന്നാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ഈ പാരമ്പര്യ സഭകളുടെ ഒരു പെന്തിക്കോസ്ത് അനുകരണമാണ് ശരിക്കും കരിസ്മാറ്റിക് മുന്നേറ്റം എന്ന് പറയുന്നത്. നമ്മൾ കത്തോലിക്കരെ അനുകരിക്കുന്നതല്ല, കത്തോലിക്കർ ആരെ അനുകരിക്കാൻ തുടങ്ങി? ഇവിടെ എല്ലാവരും അനുകരിക്കാനാണ് ഇപ്പം നോക്കുന്നത്. പാരമ്പര്യ സഭകളെ അനുകരിക്കാനാണ് ഇന്ന് പെന്തിക്കോസ്ത് സഭകൾ നോക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്കരായ ആളുകളുടെ പെന്തിക്കോസ്ത് അനുകരണമാണ്. പക്ഷേ പെന്തിക്കോസ്ത് അനുകരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അനുകരിക്കാൻ തയ്യാറാകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? 5-6 ദശകങ്ങൾ കൊണ്ട് പെന്തിക്കോസ്തുകാരെ അത്രയ്ക്കും സ്വാധീനമുള്ളവരായി തീർന്നത് കൊണ്ടാണല്ലോ. നമ്മൾ സ്വാധീനമുള്ളവരാണല്ലോ അനുകരിക്കുന്നത്. കത്തോലിക്ക സഭ മനസ്സിലാക്കി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഇങ്ങനെ ഒരു അനുകരണം ആവശ്യമായി വന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മുഖേന എന്തുണ്ടാകുന്നു? അത്രയ്ക്കും ഇൻഫ്ലുവൻസ് വ്യക്തികളിൽ ഉണ്ടാകുന്നതിൻ്റെ, സഭകളിൽ ഉണ്ടാകുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കത്തോലിക്കർക്ക് ഒരു പെന്തിക്കോസ്ത് അനുകരണം ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ഈ അനുകരണം തിരിച്ചുണ്ടാകരുത്. എന്താ ഉണ്ടാകേണ്ടത്? ഇങ്ങോട്ട് അവർ അനുകരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, അതൊരു നല്ല കാര്യമല്ലേ? അത്രയും വർഷങ്ങൾ കൊണ്ട് അതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ അനുകരിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു എടാ കത്തോലിക്കർ പോലും പെന്തിക്കോസ്തുകാരെ അനുകരിച്ചെന്ന് പറയുന്നത് വലിയൊരു ആനക്കാര്യമായിട്ടാണ്. ഞാൻ പറയുന്ന ആനക്കാര്യമായിട്ടല്ല. അവിടുത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിസ്മാറ്റിക്കുകൾ അനുകരിച്ചത് പെന്തിക്കോസ്തുകാരുടെ പുറമേയുള്ള പ്രകടനങ്ങളെയാണ്, അല്ലാതെ ആന്തരികതയെ അല്ല. അതായത് പെന്തിക്കോസ്തുകാരുടെ അനുഭൂതിയുടെ തലങ്ങളാണ് അവരനുകരിച്ചത്, അല്ലാതെ പെന്തിക്കോസ്തിന്റെ ഉപദേശത്തെ അവരനുകരിച്ചില്ല, പെന്തിക്കോസ്തിന്റെ ജീവിതത്തെ അനുകരിച്ചില്ല. പെന്തിക്കോസ്തിന്റെ അനുഭൂതികളെ, അനുഭവങ്ങൾ എന്ന് പോലും പറയുന്നത് ശരിയല്ല, പെന്തിക്കോസ്തിന്റെ അനുഭൂതികളെയാണ് അവർ അനുകരിച്ചത്. കാരണം അവർ നോക്കിയപ്പോൾ കണ്ടത് ഈ അനുഭൂതികൾ മാത്രമാണ്. അതാണ് പെന്തിക്കോസ്തുകാരുടെ പ്രശ്നം. 60 കൊല്ലം കൊണ്ട് പെന്തിക്കോസ്തുകാര് അവരെ മനസ്സിലാക്കിയത് ഞങ്ങൾ അന്യഭാഷ പറയുന്നവരാണെന്നാണ്. അതിനപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളെ അനുകരിക്കാൻ പരിശ്രമിക്കത്തില്ലായിരുന്നു. കാര്യം അന്യഭാഷ അനുകരിക്കാൻ പറ്റും, ഉപദേശവും ജീവിതവും അനുകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയും കൃപാവരങ്ങളുടെ പ്രകാശനങ്ങളും എന്നാണ് കത്തോലിക്കർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ അന്യഭാഷയും കൃപാവരങ്ങളും ഒക്കെ അവരുടെ സഭയോട് ചേർത്തു. വ്യത്യാസമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് ഉപദേശം, അപ്പോസ്തോലിക അനുഭവം, ആത്മനിറവിൻ്റെ ജീവിതം. ഈ ഉപദേശവും അനുഭവവും ജീവിതവും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മുറിച്ചു മാറ്റിയാൽ പിന്നെ പെന്തിക്കോസ് ഇല്ല. അതുകൊണ്ട് കരിസ്മാറ്റിക്കുകൾ അവർ ചെയ്തത് കത്തോലിക്ക ഉപദേശത്തെ, കത്തോലിക്ക ജീവിതത്തെ പെന്തിക്കോസ് അനുഭവത്തോട് അല്ലെങ്കിൽ അനുഭൂതിയോട് ചേർത്ത് വെച്ചു. അപ്പോഴും അവരുടെ ഉപദേശം കത്തോലിക്ക സഭയുടെ ഉപദേശമാണ്,
അവരുടെ ജീവിതം കത്തോലിക്ക സഭയുടെ ജീവിതമാണ്. പിന്നെ പെന്തിക്കോസ്തുകാർ പ്രകാശിപ്പിച്ചതായ ആത്മവരവിൻ്റെ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ അതുകൂടെ അവരൊന്ന് ആഡ് ചെയ്ത് വെച്ചു. അത്രേ ഉള്ളൂ കരിസ്മാറ്റിക് എന്ന് പറയും. അല്ല, കരിസ്മാറ്റിക് കൊണ്ട് വേറെ ഒരു രീതി നമുക്ക് അതിനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അത് പെന്തിക്കോസ്ത് അല്ല. കാരണം പെന്തിക്കോസ്തിന് ഒരു ഉപദേശമുണ്ട്, ഒരു ഡോക്ട്രിനുണ്ട്. അത് ആ ഉപദേശമാണ് അതിൻ്റെ അടിത്തറ. രണ്ട്, പെന്തിക്കോസ്തിന് ഒരു അപ്പോസ്തോലിക അനുഭവമുണ്ട്. ആ അനുഭവമാണ് പെന്തിക്കോസ്തിൻ്റെ ജീവിതത്തിനുള്ള ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഉപദേശത്തിൻ്റെ അടിത്തറയിൽ അനുഭവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതാണ് പെന്തിക്കോസ്ത് എന്ന് പറയുന്നത്. ഉപദേശത്തിൻ്റെ അടിത്തറയിൽ അനുഭവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതാണ് പെന്തിക്കോസ്ത്. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? നിങ്ങൾ മനസ്സിലാക്കണം ഈ വ്യത്യാസം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരാൾ പെന്തിക്കോസാണെന്ന് പറയാൻ പറ്റത്തില്ല. ഉപദേശവും ജീവിതവും വിട്ട് അനുഭവത്തെ അനുകരിക്കുന്ന കത്തോലിക്ക പെന്തിക്കോസിന് യഥാർത്ഥ പെന്തിക്കോസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഉപദേശവും ജീവിതവും വിട്ടിട്ട് അനുഭവത്തെ അനുകരിക്കുന്ന ഒരു കാത്തലിക് പെന്തിക്കോസ്റ്റൽസ്, ദേ കോൾ ദം കാത്തലിക് പെന്തിക്കോസ്റ്റൽസ്. പക്ഷെ അതിനെന്തില്ല, യഥാർത്ഥത്തിലുള്ള പെന്തിക്കോസുമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ഉപദേശത്തിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല. നൂറ്റാണ്ടുകളായിട്ട് ദൈവസഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തിയ എല്ലാ നവീകരണത്തിൻ്റെയും അന്തിമമായി അതിൻ്റെ മെച്ചപ്പെട്ടതെല്ലാം കൂടെ ചേർത്തെടുത്തതാണ് പെന്തിക്കോസ് ഉപദേശം. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിൽ നിന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആളുകൾ വളർത്തിയെടുത്ത ഉപദേശത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അപ്പോസ്തോലികതയിൽ നിന്ന് പിന്മാറിപ്പോയ മറ്റൊരു ഉപദേശത്തോടുകൂടെ അനുഭൂതികളൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏത് ഉപദേശത്തെ സ്വീകരിച്ചാലും കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നവീകരണത്തിൻ്റെ ഉപദേശമുണ്ട്, വേർപാടിൻ്റെ ഉപദേശമുണ്ട്, ഫണ്ടമെന്റലിസം, വിശുദ്ധി, ആത്മനിറവിൻ ജീവിതം. അപ്പം നവീകരണത്തെ അവർ അംഗീകരിച്ചെന്ന് വെച്ചു. നവീകരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, കാത്തലിക് ചർച്ചിൻ്റെ അടിസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കാര്യം പാരമ്പര്യത്തിന് വിപരീതം. നവീകരണം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിപരീത പദമാണ് വാസ്തവത്തിൽ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്ക് വിപരീതമാണ് ശരിക്കും നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കത്തോലിക്ക സഭയുടെ ബേസിസ് പോയി. ഇനി പാരമ്പര്യത്തിൻ്റെ വിപരീതമാണ് ശരിക്കും പറഞ്ഞാൽ ഉണർവെന്ന് പറയുന്നത്. അപ്പോൾ ഉണർവ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരമ്പര്യം പോയി. വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ടാണ്. ഫണ്ടമെന്റലിസം, വേദപുസ്തകമായിരിക്കണം ആധികാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭയ്ക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല. കാര്യം കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര വ്യത്യാസം അതാണ്. വേദപുസ്തകമാണ് അടിസ്ഥാനമെന്നല്ല, സഭയാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ്, കത്തോലിക്ക സഭയുടെ പരമാധികാരിയാണ് ആധികാരികത പുലർത്തുന്ന വ്യക്തി, ഇൻഫോളബിലിറ്റി. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഫണ്ടമെന്റലിസം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഏത് രീതിയിൽ പെന്തിക്കോസ്ത ഉപദേശത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പോയാലും കത്തോലിക്ക സഭയ്ക്ക് പിന്നെ നിലനിൽപ്പില്ലാതായി ഇപ്പോൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അനുഭൂതികൾ മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ആത്മനിറവിൻ്റെ ജീവിതവും ആത്മവരങ്ങളുടെ പ്രകടനവും രണ്ടും രണ്ടാണ്. നിറവിൻ്റെ ജീവിതവും ആത്മവരങ്ങളുടെ പ്രകടനവും രണ്ടും രണ്ടാണ്. വിശുദ്ധിയുടെ ഉപദേശം വന്നാലും ഇതുപോലെ ഒരു വലിയ പ്രശ്നം അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാര്യം അവർക്ക് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രമെന്റുകളാണ് അവർക്ക് വിശുദ്ധി നൽകുന്നത്. കുർബാന അപ്പം ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശുദ്ധരായി തീരുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? അവിടെ ലൈഫല്ല, പരിശുദ്ധാത്മ നിറവിൻ്റെ ജീവിതമല്ല പ്രാധാന്യം, സാക്രമെന്റുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും പെന്തിക്കോസിനെ യഥാർത്ഥത്തിൽ അനുകരിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യുന്നവർ അനുഭൂതികളെ മാത്രം അനുകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇന്ന് ഉണ്ടായ വലിയൊരു പ്രശ്നം, പെന്തിക്കോസ്ത് ആളുകൾ ഇന്ന് കരിസ്മാറ്റിക്കുകളെ പോലെ ആവുകയാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ പെന്തിക്കോസ്തിനെ അനുകരിച്ചു വന്നു, കരിസ്മാറ്റിക്. പക്ഷേ ഇന്ന് പെന്തിക്കോസ്തുകാർ കരിസ്മാറ്റിക്കുകളെ അനുകരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ആധുനിക സഭകളുടെയൊക്കെ പ്രത്യേകത. ആധുനിക സഭകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, വർഷിപ്പ് സംഘങ്ങൾ വേണമെങ്കിൽ അങ്ങനെ കൂട്ടിക്കൂ. എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ടൗണിൽ ചെന്ന് കഴിഞ്ഞാലും എന്തുണ്ട്,
വർഷിപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വർഷിപ്പ് ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെന്തിക്കോസ്ത് അല്ലെങ്കിൽ പെന്തിക്കോസ്തിൻ്റെ കാലങ്ങളായി കൊണ്ടുവന്ന എല്ലാ ഉപദേശങ്ങളെയും അതിൻ്റെ പ്രാധാന്യം കുറച്ചിട്ട് ഇവർ എന്തിലേക്ക് വരുന്നു? അനുഭൂതികളിലേക്ക് വരുന്നു. ആ അനുഭൂതികളിലേക്ക് ഇവർ വരുമ്പോൾ അതുപോലെ തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരുമുണ്ട്. അതുപോലെ കത്തോലിക്ക കരിസ്മാറ്റിക്കിനെ പോലെ തന്നെ പ്രശ്നമാണ് മറ്റ് പാരമ്പര്യ സഭകളിലെ കൂട്ടായ്മക്കാരെന്ന് പറയുന്നത്. കൂട്ടായ്മക്കാരും ശരിക്കും എന്താണ്? അനുഭൂതികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ എന്താണ് അവർക്ക് ഉപദേശത്തിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ശരിക്കും കത്തോലിക്ക സഭ എന്ന് പറയുന്നത്, അല്ലെ കത്തോലിക്ക കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പെന്തിക്കോസിൻ്റെ അനുകരണമാണെങ്കിൽ, മറ്റ് സഭകളിലെ ഇതുപോലുള്ള കൂട്ടായ്മകൾ ശരിക്കും കരിസ്മാറ്റിക്കുകാരെ കത്തോലിക്ക കരിസ്മാറ്റിക്കിൻ്റെ അനുകരണമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണത്തിൻ്റെ അനുകരണമാണെന്ന് പറയാം. എന്നാൽ പെന്തിക്കോസിലുണ്ടായ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മീയമായ പാരമ്പര്യം ഉദ്ദേശിക്കുന്നത്, ഒരു പക്ഷേ CD കേൾക്കുമ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കും, ഞാൻ അങ്ങനെ സാധാരണ രീതിയിൽ എൻ്റെ ഒരു CD-യിലും ഒരു സഭയും കുറ്റം പറയുന്ന ആളൊന്നുമല്ല. ഏതാ കത്തോലിക്ക സഭയും അതല്ല, എൻ്റെ ജോലി അതല്ല. അല്ലെങ്കിൽ സമുദായ സഭകളെല്ലാം കുറ്റം പറയാനായിട്ടൊന്നും അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ പറയാനുള്ള എങ്ങനെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത് പെന്തിക്കോസുകാരുടെ പാളിച്ചകളെ എടുത്തു പറയാനാണ്, അല്ലാതെ കത്തോലിക്ക സഭയുടെ പാളിച്ചകൾ പറയാനൊന്നുമല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിളി എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിലുള്ള പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് പറയാനാണ് ഞാൻ കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നതും. അത് പറയാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് കത്തോലിക്ക സഭയുടെയോ മറ്റുള്ള പാരമ്പര്യ സഭകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ പെന്തിക്കോസിൻ്റെ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ, പെന്തിക്കോസിന് തുടക്കത്തിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടായിരുന്നു, ഒരു ഉപദേശം ഉണ്ടായിരുന്നു, ആത്മീയമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആത്മീയമായ പാരമ്പര്യം, മറ്റു പാരമ്പര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പാരമ്പര്യം? റിഫോമിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു, റിവൈവലിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു, ഫണ്ടമെന്റലിസ്റ്റുകളുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു, ഹോളിനെസ് മൂവ്മെന്റിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ട്രഡീഷൻ. ഉപദേശവും പാരമ്പര്യവും അപ്പോസ്തലിക ജീവിതത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു, ആത്മനിറവിന്റെ ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ക്രമേണ പെന്തിക്കോസിൽ നിന്ന് ഇത് പലതും അങ്ങ് ചോർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ പെന്തിക്കോസ്തിൽ നിന്ന് പെന്തിക്കോസിന്റെ ഈ ബേസിക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോർന്നു പോകുമ്പോൾ ഒരു പക്ഷേ അല്പമൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് എന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള ആളുകൾക്കൊക്കെ ഒരു മനപ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മനപ്രയാസം ഉണ്ടാകുന്ന ആളുകൾ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? നാച്ചുറലി ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാതെ പാസീവായിട്ട് പോകുന്നു. മറ്റു ചില ആളുകൾ ഒരു പക്ഷേ മാറി ഇതുപോലെ ചലനാത്മകമായ ഒരു വർഷിപ്പ് സംഘത്തിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ വർഷിപ്പ് സംഘങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തിക്കോസ്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശത്തെയും ജീവിതത്തെയും എല്ലാം വിട്ടിട്ട് അവർ ഈ അനുഭൂതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘമായി, ആർക്കും കടന്നു വരാവുന്ന, ജീവിതത്തെ ശ്രദ്ധിക്കാത്ത, ഉപദേശത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു സംഘമായിട്ട്. ഇപ്പോൾ പെന്തിക്കോസ്തുകാരെ കരിസ്മാറ്റിക്കുകൾ അനുകരിച്ചെങ്കിൽ ഇപ്പോൾ പെന്തിക്കോസ്തുകാർ കരിസ്മാറ്റിക്കുകളെ അനുകരിച്ച് വർഷിപ്പ് സംഘങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പെന്തിക്കോസിന്റെ ആത്മാവിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പെന്തിക്കോസിന്റെ അനുഭൂതികളിലേക്കാണ് ഈ സംഘങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഈ ആത്മവരങ്ങളെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ വരങ്ങൾ എത്രത്തോളം ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ പറയാനായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാര്യം. പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭൂതി അല്ല. പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അനുഭവമുണ്ട്. പക്ഷേ ആ അനുഭൂതിക്കപ്പുറത്ത് എന്താണ്? ഇറ്റ് ഈസ് എ റിയാലിറ്റി. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ അല്ല. അനുഭവം എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റസിയിൽ ഒതുങ്ങി നിൽക്കുന്നതുമല്ല. വർഷിപ്പ് സംഘങ്ങളിലും മറ്റും പലപ്പോഴും എക്സ്റ്റസി ഉണ്ട്, പക്ഷേ ആ എക്സ്റ്റസിക്ക് അപ്പുറത്ത് എക്സ്പീരിയൻസിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാരമ്പര്യം, എല്ലാ കാര്യങ്ങളും
ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അവരൊരു പക്ഷേ ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകപരമായ ഒരു അടിസ്ഥാനത്തിൽ നിൽക്കാതെയാണ് പലപ്പോഴും, അതുകൊണ്ടാണ് അത് നടത്തുന്ന ആളുകളുടെ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പലപ്പോഴും ഈ ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് 3 അധ്യായങ്ങൾ അടുപ്പിച്ച് ആത്മവരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു അധ്യായം അങ്ങനെ തോന്നുന്നില്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായവും 13-ാം അധ്യായവും 14-ാം അധ്യായവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവരങ്ങളുടെ ആ സ്ക്രിപ്ചറൽ ബേസിസ് മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകം നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഈ പാസേജ് ആണെങ്കിലും ഈ പാസേജാണ് ശരിക്കും ഞാൻ നമ്മളുടെ ഇവിടുത്തെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ കാര്യം അതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് ഇതിനകത്ത് ഈ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളാണ് നമ്മളുടെ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 12-ാം അധ്യായത്തിലും